മോളിവുഡിലെ എല്ലാ സിനിമാക്കാരും വമ്പൻ ബജറ്റിലുള്ള ഗംഭീര പാൻ ഇന്ത്യൻ സിനിമകൾ ചെയ്യാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിലാണ് നടക്കുന്നത്. അങ്ങനെയുള്ള തീമുകളും പ്രോജക്റ്റുകളും അവരിലേക്ക് എത്തണം. ആ ക്യാൻവാസിൽ ഒരുക്കുകയും വേണം. അങ്ങനെ നിരവധി സിനിമകൾ ഒരുക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ആശീർവാദ് സിനിമാസ്. ആന്റണി പെരുമ്പാവൂർ ഇതിനോടകം തന്നെ വലിയ ക്യാൻവാസിലുള്ള നിരവധി സിനിമകൾ ചെയ്തു കഴിഞ്ഞു. അതിലെ ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഏറ്റവും വലിയ ബജറ്റിലുള്ള സിനിമ എന്ന് തന്നെ വിശേഷിപ്പിക്കാം എമ്പുരാൻ എന്ന ചിത്രത്തെ. അപ്പോഴാണ് ഒരു ചോദ്യം പ്രസക്തമാകുന്നത്. ഈ ചിത്രത്തിന്റെ ബജറ്റ് എന്താകും എന്നത്, ഈ ചിത്രത്തിന് എന്ത് ചെലവായി എന്നതൊക്കെ. എമ്പുരാൻ സിനിമ ഒരുക്കാനെടുത്ത ബജറ്റ് ചോദിച്ചാൽ പറയാൻ പറ്റില്ലെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പറയുകയാണ്. ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ എത്താൻ പാകത്തിലുള്ള സിനിമ നിർമ്മിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹമാണ് എമ്പുരാൻ എന്നാണ് ആന്റണി പെരുമ്പാവൂരിന്റെ വാക്കുകൾ. മലയാള സിനിമ എന്നുള്ളതിൽ നിന്ന് മാറി ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ എത്താൻ പാകത്തിലുള്ള സിനിമ നിർമ്മിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹമാണ് എമ്പുരാനിൽ എത്തി നിൽക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. ഈ സിനിമയ്ക്ക് എന്ത് ചിലവായി എന്നാരെങ്കിലും ചോദിച്ചാൽ പറയാൻ പറ്റില്ല. കള്ളം പറയുന്നതാണെന്ന് പറയും. ഞാൻ ആരോടും പറയുന്നില്ല, പറഞ്ഞിട്ടുമില്ല. രാജുവിന് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറെ ചിലവൊക്കെ കൂട്ടുന്ന ആളാണ്. പറയുന്ന കാര്യമൊക്കെ ചെയ്യിപ്പിക്കുന്ന ആളാണ്. അണ്ണ എനിക്ക് ഒന്നും വേണ്ട, സിനിമയ്ക്ക് മാത്രം മതി, സ്വന്തമായി ഒന്നും വേണ്ട എന്ന് പറയും. സിനിമയ്ക്ക് വേണ്ടി ചോദിക്കുന്ന കാര്യങ്ങൾ ചിരിച്ചു നിന്ന് കൊടുക്കണം. എപ്പോഴും സന്തോഷത്തോടെ നിന്ന് അണ്ണ എന്തുവാണ് എഴുതി വെച്ചിരിക്കുന്നേ, ഏത് രാജ്യത്തോട്ടാ പോകുന്നേ എന്ന് ഞാൻ മുരളിച്ചേട്ടനോട് ചോദിക്കാറുണ്ട്. രാജുവിനോട് ഒരിക്കലും ചോദിച്ചിട്ടില്ല. ഇടയ്ക്ക് പറയും അണ്ണ എന്നെ നോക്കിക്കൊള്ളണം കേട്ടോ എന്ന്. അങ്ങനെ മാത്രമേ പറയാറുള്ളൂ. ആന്റണി 2 വർഷമായി എനിക്ക് രാജുവിനെ കാണാൻ കിട്ടുന്നില്ല. എല്ലാ സമയത്തും നിങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞാണ് പോകുന്നത് കേട്ടോ എന്ന് സുപ്രിയയും പറയും. ഇത് ഞങ്ങൾ ഒന്നിച്ച് എവിടെയോ എത്തും. ആ കൂട്ടത്തിൽ ഞങ്ങൾക്കൊപ്പം കട്ടയ്ക്ക് പിടിച്ചങ്ങ് പോരെ എന്ന് ഞാൻ മറുപടിയും പറയും എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്നത്. അപ്പോൾ ചിത്രത്തിന്റെ ബജറ്റിനെ കുറിച്ച് എവിടെയും ആന്റണി പെരുമ്പാവൂർ പരാമർശിച്ചിട്ടില്ല. നിരവധി ബജറ്റ് റിപ്പോർട്ടുകളുമായി പലരും സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും യഥാർത്ഥ ബജറ്റ് വിവരങ്ങളല്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ആരാധകർ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ. കഴിഞ്ഞ ദിവസമാണല്ലോ എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയത്. ടീസർ കൗണ്ടുമായി ബന്ധപ്പെട്ട ഫാൻ ഫൈറ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ആരാണ് ടീസർ വ്യൂ കൗണ്ടിൽ ആദ്യം എത്തിയത് എന്നുള്ള ഫൈറ്റ്. ടോപ്പിൽ നിൽക്കുന്നത് മോഹൻലാലും ദുൽഖർ സൽമാനുമാണ്. രണ്ടുപേരുടെയും സിനിമകളുടെ ടീസറിന് വ്യൂ കൗണ്ട് വളരെ കൂടുതലുമാണ്. ദുൽഖർ സൽമാൻ ആരാധകർ കിങ് ഓഫ് കത്ത എന്ന ചിത്രത്തിന്റെ ടീസറുമായാണ് എത്തി നിൽക്കുന്നത്. അതിനാണ് ഏറ്റവും വലിയ വ്യൂ കൗണ്ട് എന്നാണ് അവർ പറയുന്നത്. 9 മില്യന് മുകളിലാണ് ആ വ്യൂ കൗണ്ട്. എന്നാൽ മോഹൻലാൽ ആരാധകരും ഒപ്പം തന്നെ പറയുന്നു മലൈക്കോട്ടെ വാലുവൻ എന്ന മോഹൻലാലിന്റെ ചിത്രം 9 മില്യന് മുകളിൽ കൗണ്ട് ഉണ്ട് എന്ന രീതിയിൽ. രണ്ടുപേരുടെയും കൗണ്ട് പരിശോധിക്കുകയാണെങ്കിൽ ആരാണ് ടോപ്പിൽ എന്നുള്ളത് ഇപ്പോഴും കൺഫ്യൂഷനായി തന്നെ തുടരുകയാണ്. മോഹൻലാൽ ആരാധകർ പറയുമ്പോൾ അവർ മുന്നിലും, ദുൽഖർ സൽമാൻ ആരാധകർ പറയുമ്പോൾ അവർ മുന്നിലും എന്ന രീതിയിലാണ്. അതൊരു ഭാഗത്ത് ഫൈറ്റ് തകൃതിയാൽ നടക്കുമ്പോൾ എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ടീസർ രണ്ടാമത് തന്നെയുണ്ട്. 6 മില്യന് മുകളിലുള്ള കൗണ്ടുമായാണ് എമ്പുരാൻ ടീസർ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നത്. ട്രെൻഡിംഗ് നമ്പർ 1 തന്നെയാണ് എമ്പുരാന്റെ ടീസർ നിൽക്കുന്നതും. ഇതുമായി ബന്ധപ്പെട്ട ഫാൻ ഫൈറ്റുകൾ നടക്കുന്നുണ്ട്. മറ്റു ചില ആരാധകരുടെ ഫാനുകൾ ദുൽഖർ സൽമാനെ കൂട്ടുപിടിച്ചിട്ടുണ്ട് എന്നതൊക്കെ കൗതുകരമായി മോഹൻലാൽ ആരാധകർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ടീസർ വലിയ പ്രേക്ഷക സ്വീകാര്യതയാണ് നേടിയെടുത്തിരിക്കുന്നത്. അപ്പോഴാണ് മറ്റൊരിടത്ത് ഒരു കോമഡി നടന്നിരിക്കുന്നത്. ട്രോള് എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് സംഭവം എത്തിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ നടൻ ടൊവിനോ തോമസും ബേസിൽ ജോസഫും പരസ്പരം ട്രോളുന്ന രസകരമായ കാഴ്ചയാണ് പ്രേക്ഷകരെ ശരിക്കും ചിരിപ്പിച്ചത്. ഇരുവരുടെയും പോസ്റ്റുകളിലെ പരസ്പരമുള്ള തമാശ നിറഞ്ഞ കമന്റുകൾക്ക് വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കാറുള്ളത്. ഇപ്പോഴിതാ അത്തരമൊരു അവസരത്തിൽ ടൊവിനോ തോമസിനെ ട്രോൾ ചെയ്യുന്ന ഒരു കമന്റുമായി എത്തിയിരിക്കുകയാണ് ബേസിൽ ജോസഫ്. മോഹൻലാൽ നായകനായി എത്തുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ ടീസർ ലോഞ്ച് ചടങ്ങിൽ ബേസിൽ അതിഥിയായി എത്തിയിരുന്നു. ടീസർ ലോഞ്ചിൽ നിന്നുള്ള ഒരു ഫോട്ടോ ടൊവിനോ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പിന്നിലിരിക്കുന്ന ചിത്രത്തിന് വൻ മരങ്ങൾക്കിടയിൽ എന്ന ക്യാപ്ഷനോടെയാണ് ടൊവിനോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് താഴെയാണ് രസകരമായ കമന്റുമായി ബേസിൽ എത്തിയതും. മുട്ട പപ്സിലെ മുട്ട എന്നാണ് ബേസിൽ കമന്റ് ചെയ്തത്. വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലാകുകയും ചെയ്തു. എന്തായാലും ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ വൈറലായിരിക്കുകയാണ് ഇന്നേ ദിവസം. ഇതിന് പിന്നാലെ രസകരമായ കമന്റുകളുമായി ആരാധകരും എത്തിയിട്ടുണ്ട്. രണ്ടുപേരും ഇനി സ്വയം എയറിലേക്ക് പോവുകയാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. അടുത്ത യൂണിവേഴ്സ് തുടങ്ങാനുള്ള പരിപാടിയാണോ എന്നായിരുന്നു ഒരു കമന്റ്. ഭാവി വൻമരങ്ങൾ എന്നും കമന്റ് എത്തി. ഇതിനു മുമ്പും ഇരുവരും പരസ്പരം സോഷ്യൽ മീഡിയയിലൂടെ ട്രോളിയിട്ടുണ്ട്.